ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മളത് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷേ ഖുർആൻ ഓതുന്ന വോയിസ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് അങ്ങനെ ചെയ്തപ്പം സെക്കൻഡ് പാർട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് വിടാൻ വേണ്ടി മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ സൂറത്തായിട്ട് വരുന്നത് സൂറത്തു ഷംസാണ്. നമുക്ക് ഇതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ താഴോട്ടുള്ള സൂറത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് സൂറത്തു ഷംസ് മുതലാണ്. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. ഓതി 8 ആയത്തുകൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ. വശംസി വദുഹാഹാ വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ. അസ്ലിയായ മദ് മാത്രമേ കൊടുക്കാവൂ നിർത്തുമ്പോൾ. തലാഹ, കൂടുതൽ നീടാൻ പാടില്ല, ചുണ്ടുപൂട്ടാൻ പാടില്ല. പൂട്ടിയാൽ ഹ വരാനും പാടില്ല. ഹ വന്നാൽ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹാ. പിന്നെ വൽ അർളി വമാ ത്വഹാഹാ. ആണോ? ആണോ? അല്ല, ത്വഹാഹാ. വനഫ്സിൻ വമാ സവ്വാഹാ فألهمها فجورها وتقواها. باقي قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. قد أفلح من زكاها. قد أفلح وقد خاب من دساها. اوكي ليه خاب. كذبت ثمود كذبت ثمود بطغواها 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 إذ انبعث أشقاها. فقال لهم رسول الله ناقة الله وسقياها. فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها.
ശരിക്കും ശ്രദ്ധിക്കണം. ഫദംദമ അലൈഹിം, പിന്നെ റബ്ബുഹും ബിദംബിഹിം, മീമിന് ശേഷം ബാഉ വന്ന ഇഖ്ഫാഉം, നൂനിന് ശേഷം ബാഉ വന്ന ഇഖ്ലാബും രണ്ടും വേണം, ഒന്നൊഴിവാകാൻ പാടില്ല. വലാ യഖാഫു ഉഖ്ബാഹാ, വലാ യഖാഫു ഉഖ്ബാഹാ. അപ്പം എല്ലാവരും സൂറത്തിൻ്റെ പാരായണം നന്നായി കേട്ട് മനസ്സിലാക്കുക. അപ്പം അതിൽ നിന്നുള്ള ഓരോ ചെറിയ വേർഡ്സുകൾ നമുക്ക് ബോക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതിന് ശേഷം നമ്മൾ ഈ വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പറയുക. എന്നിട്ട് നമ്മൾ ഖുറാനിൽ വന്ന വേർഡ്സ് നമ്മൾ ഖുറാൻ ചിലപ്പം കേട്ട് കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് ഇത് വായിക്കാൻ കഴിയൂല. വല്ലു ഹേ ഹാ, വല്ലു ഹേ ഹാ, മനസ്സിലായില്ല? അങ്ങനെ അക്ഷരങ്ങൾ നോക്കി നമുക്ക് വായിക്കാൻ കഴിയണം. അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇടയിൽ നിന്ന് വായിച്ച് ശീലിപ്പിക്കണം കുട്ടികളെ. അപ്പോൾ ഇവിടെ വഖദ് ഖാബ, വഖദ് ഖാബ, അങ്ങനെ ഇടയിൽ നിന്നൊക്കെ ചോദിക്കുക. ഇദാ തലാഹ, ഇദാ യഅ്ഷാഹ, ഇദാ ജല്ലാഹ, വമാ ബനാഹ, വമാ തഹാഹ, തഹാഹ. അപ്പോൾ ഉസ്താദ് പ്രത്യേകം പറയുന്നത് ഓരോ ഭാഗത്തും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഉച്ചാരണം ശരിയാക്കാൻ കേട്ടോ. അപ്പോൾ വമാ സവ്വാഹ വതഖ്വാഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ കസ്സബത് സമൂദു ബിതഅവാഹ ഇദിം ബഅസ അഷ്ഖാഹ വസുഖ്യാഹ ഫഅഖറൂഹ റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ, ഉഖ്ബാഹ. അപ്പോൾ അതൊക്കെ മീൻസ് വേർഡൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഇടയിൽ നിന്ന് കുട്ടികളോട് ചോദിക്കുക, എന്നിട്ട് അത് അവർക്ക് അക്ഷരങ്ങളൊക്കെ ക്ലിയറാക്കി മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമുക്കിവിടെ ഇഖ്ഫാ വരുന്നത് ഇഖ്ഫാ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം സായി വരുമ്പോൾ ഇഖ്ഫാ ആണെന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ എന്താണ് ഇഖ്ഫാ എന്നതൊക്കെ നമുക്ക് വലിയ അടുത്ത ക്ലാസ്സുകളിലൊക്കെ തജ്വീദ് നിയമം മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നൂൻ ശേഷം സായി വന്നു. അപ്പം മൻ സക്കാഹ, മൻ സക്കാഹ, നൂനെ അതിലേക്ക് മറച്ച് മണിക്കലാണ്, മറച്ചുച്ചരിക്കലാണ്. മൻ സക്കാഹ. അതേപോലെ വലാ യുൻസിഫു, യുൻസിഫു, യുൻസക്കൂം, മനസ്സിലായില്ലേ? പിന്നെ മുൻസിലൂൻ, ഇവിടെ നൂന് ശേഷം സായി വന്നു. നഹ്നുൽ മുൻസിലൂൻ. സഈദൻ സൽക, ഇവിടെ തൻവീന് ശേഷം സഈദൻ സലക. അപ്പോൾ ഇവിടെ തൻവീന് ശേഷമാണ് സായി വന്നത്. അപ്പോൾ ഫതഹ് തൻവീൻ വരുമ്പോൾ ഒരലിഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അതങ്ങനെ വരുന്നതാണ്. അപ്പോൾ തൻവീന് ശേഷം സായി ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അസ്ലിയായ മദ്ദിൽ അലിഫിലേക്കാണ് ഇവിടെയൊക്കെ നമ്മൾ നിർത്തേണ്ടത്, വഖഫ് ചെയ്യേണ്ടത്. സലക്ക, അങ്ങനല്ല സലക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തരുത്, മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ ഇതിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇനി ഇവിടെ ഇഖ്ഫാവ് മീമി സാക്കിന, സാക്കിനായ മീമ് കൊണ്ടും ഇഖ്ഫാവ് വരും. നമ്മളിവിടെ നൂന് കൊണ്ടും തൻവീന് കൊണ്ടും ഇഖ്ഫാവ് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇഖ്ഫാവ് എങ്ങനെ? സാക്കിനായ മീമ്, സാക്കിനായ മീമ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത മീമ്. സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത നൂന്. അപ്പോൾ ഈ ഒന്നുമില്ലാത്ത നൂന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സുക്കൂനുണ്ട്, ഇവിടെ ഒരു സുക്കൂനുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. സാക്കിനായ മീമ് സുക്കൂനുള്ള മീമ് രണ്ടും ഒന്നാണ്. അപ്പോൾ ഇവിടെ റബ്ബഹും ബിഹിം, മീമിന് ശേഷം ബാ വന്നാൽ എന്താണ്? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ്.
മീമിന് സാക്കിനായ മീമിന് 3 വിധികളാണുള്ളത്. ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാം, ഇങ്ങനെ 3 വിധിയാണ്. ആ 3 വിധികളിൽ ഇവിടെ മീമിന് ശേഷം ബാ വന്ന ഇഖ്ഫാ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സാഹിബു കുംബി മജ്നൂൻ, കുംബി മജ്നൂൻ, മനസ്സിലായില്ലേ? പിന്നെ അബശ്ശിറുഹും ബി അദാബിൻ, അവിടെയും വന്നു. പിന്നെ ഫഇദാഹും ബിസ്സാഹിറ, അവിടെയും മീമിന് ശേഷം ബാ വന്നു. അലൈഹിം ബി മുസൈത്തിർ, മനസ്സിലായില്ലേ? ഇതൊക്കെ 4ാം ക്ലാസ്സിലാണ് നമുക്ക് തജ്വീദ് നിയമമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇഖ്ഫാ കബല സായി കൊണ്ട് ഇഖ്ഫാ വന്നത് നമ്മൾ ഇവിടെയൊക്കെ കണ്ട് മനസ്സിലാക്കി അടയാളപ്പെടുത്തി പോകണം. ഇവിടെ വന്നു. പിന്നെ മിൻസക്കൂം ഇവിടെ വന്നു. പിന്നെ അൻസല ഇവിടെ വന്നു. പിന്നെ മുൻസിലൂൻ, തൻസീലുൻ, മനസ്സിലാക്കി. ഇനി ഇഖ്ഫാ സാക്കിനായ മീമിന് കൊണ്ട് ഇഖ്ഫാ വന്നത് ഇവിടെ മീമിന് ശേഷം ബാ, കണ്ടില്ലേ? മീമിന് ശേഷം യാലം ബിയന്ന, മീമിന് ശേഷം ബാ വന്നു. പിന്നെ ഇവിടെ മീമിന് ശേഷം ഹംസയാണ്, നമുക്ക് മീമിന് ശേഷം ബാ വരുന്നതാണ്. തീക്കും ബിമായും, ജസാഹും ബിമാ, പിന്നെ അലൈഹിം ബി ആനിയ, കുന്തും ബിഹി. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇഖ്ഫാ വന്നത്, മനസ്സിലാക്കുക. പിന്നെന്താണ് ഇനി നമുക്കിവിടെ കാഫ് വന്നത്, വൽ ഖമരി, കാഫ് വന്നു, മനസ്സിലാക്കുക. വ തഖ്വാക്ക്, വ ഖദ് ഖാബ, അഷ്ഖാഹ, കാഫ്, ഫ അഖറൂഹ, ഉഖ്ബാഹ. കാഫ് വന്നത് മനസ്സിലാക്കാൻ ആ കാഫ് ചേർത്ത് എഴുതി വരുമ്പോഴുള്ള എഴുത്ത് രീതിയൊക്കെ അതിൽ മനസ്സിലാക്കണം. പിന്നെന്താണ് റസ്മുൽ ഉസ്മാനി, ഖുർആനിലെ എഴുത്ത് രീതിയായ റസ്മുൽ ഉസ്മാനിയിൽ ചില വേർഡ്സുകൾ എഴുതുന്നതാണ് നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. തലാഹ, തലാഹ എന്നത് ഖുർആൻ എഴുത്ത് രീതി ഇങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് 3 രീതിയിലൊക്കെ തലാഹ തന്നിട്ട് ഇതിൽ ഏതാണ് ഖുർആനിലെ എഴുത്ത് രീതി എന്ന് എക്സാമിന് ചോദ്യം വരും, മനസ്സിലാക്കുക. പിന്നെ ജല്ലാഹ, ജല്ലാഹ, തൊഹാഹ, തൊഹാഹ, വ തഖ്വാഹ, വ തഖ്വാഹ, വ സുഖിയാഹ, ഉഖ്ബാഹ. ഇവിടൊക്കെ ചെറിയ അലിഫ് വന്ന് നമുക്ക് അവിടെ നീട്ടാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഖുർആനിലെ എഴുത്ത് രീതിയാണിത് വന്നത്. അപ്പം ഇത്രയാണ് ഒന്നാമത്തെ ഈ സൂറത്തായ സൂറത്ത് ഷംസ് നിങ്ങൾക്ക് വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.